എന്താണ് റിക്കറന്റ് പറ്റല ഡിസ്ലൊക്കേഷൻ? അതായത് പറ്റല്ല, നമ്മുടെ മുട്ടിന്റെ ചിരട്ട ഇടയ്ക്കിടയ്ക്ക് തെന്നി മാറിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് റിക്കറന്റ് പറ്റല ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിന്റെ ചിരട്ടയെ അതിന്റെ നോർമൽ ആയിട്ടുള്ള ഒരു ട്രാക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ മുട്ട് മടക്കുമ്പോഴും നിവർത്തുമ്പോഴും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വഴി കൂടിയാണ് അത് പോകേണ്ടത്. ചില ആളുകളിലെ മുട്ട് മടക്കുമ്പോഴും മുട്ട് നിവർത്തുമ്പോഴും ഈ നോർമലായിട്ട് ഉണ്ടാവുന്ന ഈ പറ്റലയുടെ ട്രാക്കിംഗ് മാറിയിട്ട് അത് മുട്ട് നിവർത്തുമ്പോൾ പറ്റല ഒരു സൈഡിലേക്ക് അങ്ങ് മാറിപ്പോകും. മിക്കപ്പോഴും അത് പുറം വശത്തേക്കാണ് മാറിപ്പോകും. ഇതിനാണ് പറയുന്നത് പറ്റലർ മാൽ ട്രാക്കിംഗ്. ഇങ്ങനെ പുറത്തേക്ക് മാറിപ്പോയിട്ട് ചിരട്ട ഡിസ്ലൊക്കേറ്റ് ആവുന്നതിനാണ് റിക്കറന്റ് പറ്റല ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ചില ആളുകളിൽ ഈ പറ്റല ഡിസ്ലൊക്കേഷൻ, റിക്കറന്റ് പറ്റല ഡിസ്ലൊക്കേഷൻ വരാനുള്ള കാരണം? ചില ആളുകളിൽ അതൊരു അപകടത്തിന് ശേഷമായിരിക്കാം, ചില ആളുകളിൽ അത് ജന്മനായിരിക്കാം. ജന്മനാണെങ്കിൽ അതിനുള്ള കാരണം നമ്മുടെ കാലിന്റെ ഒരു മാൽ അലൈൻമെന്റ് ആവാം, അതല്ലെങ്കിൽ ട്രൊക്ലിയ ഡിസ്പ്ലാസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ട്രൊക്ലിയ ഡിസ്പ്ലാസിയ എന്ന് വെച്ചാൽ നമ്മുടെ പറ്റല ഇരിക്കേണ്ട തുടയലിന്റെ ഭാഗത്തിന് പറയുന്ന പേരാണ് ട്രൊക്ലിയ. അപ്പൊ ട്രൊക്ലിയ പരന്നതാണെങ്കിൽ പറ്റലയ്ക്ക് പ്രോപ്പറായിട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല, ഒരു ഗ്രൂവ് ഉണ്ടാവാതെ പറ്റല പുറത്ത് ചാടും. അപ്പൊ അതിനാണ് ട്രൊക്ലിയ ഡിസ്പ്ലാസിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കണ്ടീഷനിലാണ് കോമൺ ആയിട്ട് റിക്കറന്റ് പറ്റല ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുന്നത്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നമ്മളിത് ട്രീറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകളിൽ അത് പെയിൻ ഒന്നും ഉണ്ടാവില്ല, അവർക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷേ കാലക്രമേണ ഈ പറ്റല ഡിസ്ലൊക്കേഷൻ കാരണം ഇടയ്ക്കിടയ്ക്ക് പറ്റല തെന്നിപ്പോകുന്നത് കാരണം ഓരോ തവണ തെന്നുമ്പോഴും ഒരു ഭാഗം കാർട്ടിലേജ് കൂടെ അതിന്റെ കൂടെ നഷ്ടപ്പെടും. പ്രായമാവുന്നതിന് മുമ്പ് തന്നെ ഒരു മുട്ട് തേയ്മാനം, അല്ലെങ്കിൽ മുട്ടിന്റെ അടിയിൽ വേദന, ചിരട്ടയുടെ അടിയിൽ വേദന, ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ കണ്ടുവരും. ഇത്തരത്തിലുള്ള പ്രശ്നം അധികം വൈകിപ്പിക്കാതെ അത് നേരത്തെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ മുട്ടിന്റെ തേയ്മാനം വരാനുള്ള സാധ്യത കുറവായിരിക്കും. ഇത്തരം ഒരു അസുഖമുള്ള ആളുകൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായിട്ട് ഷെയർ ചെയ്യുക.